Yes, good afternoon, Arya. Good afternoon, Mushina. Good afternoon, Ajita. Good afternoon, sir. Yes, good afternoon, Good Parvati. afternoon, sir. Good afternoon, Good sir. afternoon, sir. Good Yes, afternoon. yes, yes. Okay, Leah, Neetu, Leah, good afternoon. Anjali, Archana, Ashwini, good afternoon. Okay, good afternoon, all. Okay, let's start. ആരംഭിക്കാം. Okay, Parvati, let's start. Okay. Okay, Mohit, good afternoon. Yes. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് പറയാം. വിഷയം ഞാൻ പറയാം, സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയും. ആർ യു റെഡി? ഓക്കെ, യെസ്. നിങ്ങൾ റെഡിയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മനസ്സിലായി. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച വിഷയം പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പിറ്റേ ആഴ്ച വരുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടൊക്കെ വരാം. അതൊന്നുമില്ല. നമ്മളിപ്പോ ഒരു വിഷയം കേൾക്കുന്നു, ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന നിങ്ങളുടെ കാലിബറാണ്, അത് നിങ്ങളുടെ കഴിവാണ്. ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങും പോയിട്ടില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു, ഇവിടെ ഇരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന ഐഡിയാസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കും. ഓക്കെ, റെഡിയല്ലേ? പറയുന്നത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഇംഗ്ലീഷിലാവുന്നത് മാത്രമേ വേറെ യാതൊരു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് പറയാം. ഓക്കെ, അപ്പൊ വിഷയം ഇതാണ്. അപ്പൊ നമുക്കറിയാം, രണ്ട് രീതിയിലുള്ള മാരേജ് ഉണ്ട്. ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ നമുക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് പറയാൻ എളുപ്പമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഒന്നിനെ നമുക്ക് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയാം, രണ്ടാമത്തേത് നമുക്ക് ലവ് മാരേജ് എന്ന് പറയാം. Two types of marriage that we can see: love marriage and arranged marriage. രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. Each marriage has got its own merit and demerits, advantages and disadvantages. അപ്പൊ നമുക്ക് പറയാം, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ there will be the great support from two families. There will be great financial support from families. In case of a crisis, the families will support us, and every sort of support. അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിലല്ല, ഈവൻ ടു ഫാമിലീസ് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടി അതിൻ്റെ സംഭവിക്കും. യെസ്. പിന്നെ നമുക്കറിയാവുന്നത്, പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ, അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച്. ഇനി ലവ് മാരേജ് എന്ന് പറയുമ്പോൾ, ഈവൻ ബിഫോർ മാരേജ് വി നോ ദ ക്യാരക്ടർ ഓഫ് ദ പാർട്ട്ണർ. നമുക്ക് പറ്റാത്ത ആളാണെങ്കിൽ സേ ഗുഡ് ബൈ, നേരത്തെ വിവാഹത്തിന് മുമ്പ് ഗുഡ് ബൈ പറയാം. യെസ്. പക്ഷേ ലവ് മാരേജിന് വിത്ത് സപ്പോർട്ട് ഓഫ് ദ ഫാമിലി ഉള്ളത് മാറ്റി നിർത്താം. ദർ വിൽ ബി നോ family support sometimes, but there is a great bond among the couples, between the couples. അത് ഒരുപാട് സാധ്യതകൾ അതിൻ്റെ. ഞാൻ ഇത് രണ്ടും നിങ്ങളുടെ മുന്നിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തരുകയാണ്. നിങ്ങൾ പറയേണ്ടത് രണ്ടിന്റെയും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങൾക്കറിയാം. അപ്പൊ രണ്ടും വെച്ചിട്ട് നിങ്ങൾ പറയാം, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ്. കാരണം ഒരു 4-5 കാരണം പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, മൈ മാരേജ് വാസ് ലവ് മാരേജ് ബട്ട് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ്. നിങ്ങൾക്ക് ഒരു കാരണം പറയാം. ഇത് ഇന്റർനാഷണൽ വിഷയമൊന്നുമല്ല, സാധാരണ വിഷയമാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുപാട്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, ഇവരുടെ ജീവിതവുമായിട്ട് നിങ്ങൾ നോക്കിക്കാണുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറെ കാര്യം, നമ്മൾ അതിൽ നിന്നെല്ലാം കുറെ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും.
ഒരു പേപ്പർ പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്നു. ഐ പ്രിഫർ മാരേജ്, ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് 4 or 5 നമ്മൾ അതിന്റെ കാരണങ്ങൾ പറയുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ വേണ്ടത് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കുക, നമ്മൾ പഴയ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി തിരിച്ചു പിടിക്കുക. കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് ഒരു പറഞ്ഞില്ലേ, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും പറയാനൊരു ആഗ്രഹം. യെസ്, അപ്പൊ എവിടേക്കോ നിങ്ങളുടെ ഉള്ളില് പറയാനായിട്ടുള്ള ഒരു ആഗ്രഹം കിടപ്പുണ്ട്. യെസ്, അതിനുള്ള കാലിബർ കിടപ്പുണ്ട്. ആ കാലിബർ നമ്മളൊന്ന് മുടി തട്ടി വീണ്ടെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാനിത് നീട്ടിപ്പിടിച്ചത് നിങ്ങളുടെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിൽ ക്രോഡീകരിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ക്ലാസ് ഉണ്ടായപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് പങ്കെടുത്ത പാർവതി, ശരണ്യ, മുഹമ്മദ്, സിബി, അബി, വിദ്യ, ഐശ്വര്യ, നീതുമോൾ, പ്രിറ്റി, കാവ്യ, സിബി, ജോഷി, മുഷീന, സഫീർ, നീതു, പ്രിൻസ്, ആര്യ, കുമാർ, ഹരീഷ്ണ, അമീഷ, അജിത്ത്, ബിൻസി, ജെയ്സൺ, അഞ്ജലി, അശ്വതി, നൌഷാദ്, വർഷ, മേഘന, ആര്യ, ജിനിമോൾ, ഷെറിൻ, ആൻഡ്രിയ, നിവിത, ഹർഷ, ലിബി, ജൂഡ്, സുബിഷ, ഐശ്വര്യ, മനോജ്, അഞ്ജു, അരവിന്ദ്, അഞ്ജന, കെ എൻ. ഇനി ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും. യെസ്, അപ്പൊ അവരൊക്കെ തന്നെ വീണ്ടും സജീവമായിട്ട് വരിക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ഐശ്വര്യമായിട്ട് ആരാണ് ഇത് തുടങ്ങി വെക്കുന്നത്? വിദ്യ. ഐ അപ്രീഷിയേറ്റ് യു. വിദ്യയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വിദ്യ പറയുന്നത് ഐ ആം റെഡി ടു സേ. യെസ്, യെസ്, വിദ്യ റെഡിയാണ് പറയാനായിട്ട്. യെസ്, യെസ് വിദ്യ. ഓക്കെ, വിദ്യ, ഐ വിൽ കം ടു യു. ജസ്റ്റ് ഒന്നുകൂടെ ക്രോഡീകരിച്ചു. ഐ വിൽ കം ടു യു. ഇനി വിദ്യക്ക് ശേഷം ആരെങ്കിലും പറയണ്ടേ? യെസ്, ധൈര്യപ്പെട്ട് പറ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, ധൈര്യസമേതം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ? യെസ്, അപ്പൊ ഹിബാബ് ഓക്കെയാണ്. ഹിബാബ് അല്ലെ? ഹിബാബ്, ഹിബാഷ് അല്ലെ? ഹിബാബ്. ഓക്കെ, അപ്പൊ അവർക്കത് പറയാനുണ്ട് മെറ്റീരിയൽസിനെ കുറിച്ച്. ഈ ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. പാർവതി പറയുന്നു, പാർവതി ഈസ് റെഡി ടു സേ. പാർവതി, ഓക്കെ. പാർവതി, ഓക്കെ. അപ്പൊ 3 പേരായി. ഇനി ആരാണ്? യെസ്, ആഷിക പറയുന്നു, ആഷിക ഈസ് റെഡി. ആഷിക, യു ആർ റെഡി. വെരി ഗുഡ് ആഷിക. വെരി ഗുഡ് ആഷിക റെഡി. ഇനി സുബിഷ പറയുന്നു, സുദിഷ പറയുന്നു, ഐ ആം റെഡി. സുദിഷ അല്ലെ? സുദിഷ പറയുന്നു, ഷീ ഈസ് ആൾസോ റെഡി ടു സ്പീക്ക് അബൌട്ട് ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. യെസ്, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് അത് രാജി ജെറിൽ അത് പറയുന്നു, ഷീ ഈസ് ആൾസോ റെഡി ടു ഗിവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ. കാവ്യ ഈസ് ആൾസോ റെഡി ടു സ്പീക്ക്. ഓക്കെ, വെരി ഗുഡ്. കാവ്യ ഈസ് ആൾസോ റെഡി ടു സ്പീക്ക്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇനി വരാനൊക്കെ ഉണ്ടല്ലോ. പ്രിറ്റി, സിബി, ജോഷി, കുറെ പേരൊക്കെ റെഡി ആവാനുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ 3, 2, 5, 2, 7 പേര് റെഡി ആയിട്ടുണ്ട്. ആ 7 പേര് വെച്ച് നമുക്ക് അങ്ങനെ ആരംഭിക്കാം. ആരംഭിച്ച് കഴിയുമ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പറയാനായിട്ട് തോന്നും. യെസ്, നിങ്ങളൊരു ഡിബേറ്റ് പോലെ പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ സപ്പോർട്ട് ചെയ്യും. വൈ? അടുത്ത ആള് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ലവ് മാരേജ് ആണ്. യെസ്, സ്പീക്ക് അബൌട്ട് ഇറ്റ്. യെസ്, അപ്പോ വിദ്യയാണ് ആരംഭിക്കുന്നത്. വിദ്യനെ വെച്ച് നമുക്ക് ആരംഭിക്കാം. വിദ്യ കിസ് പേര് തന്നെ നല്ല സ്റ്റൈലാണ് അല്ലെ? വിദ്യ കൊണ്ട് ആരംഭിക്കാം. യെസ്, അപ്പൊ നമുക്ക് ആരംഭിക്കാം. With all your permission, I hope that everybody will cooperate and participate in it. നിങ്ങൾ എല്ലാവരും അത് സഹകരിക്കാൻ നമുക്ക് ഉദ്ദേശം ഇത് മാത്രമാണ്. ഗുഡ് ഇൻറ്റൻഷൻ. ഓക്കെ. ഹാഷ്മിൻ, കുഴപ്പമില്ല. ഡിബേറ്റ് പോലെ എടുക്കണമെന്നില്ല, ചർച്ച പോലെ എടുത്തോ. യെസ്, ഓക്കെ. അത് നമുക്ക് വേറെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉദ്ദേശം ഇതാണ്: ഇംഗ്ലീഷിൽ സംസാരിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം,
പക്ഷെ ഇതൊക്കെ പറയാനായിട്ടൊരു താല്പര്യക്കുറവാണ്. അപ്പൊ ആ ഒരു താല്പര്യമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, പിന്നെ കഴിയാവുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിന്നും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ പറയാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വിദ്യ. വിദ്യ, യു പ്ലീസ് കം ആൻഡ് ടെൽ യുവർ ഒപ്പീനിയൻ. ഒരു 2-3 മിനിറ്റ് വരുന്ന രീതിയിൽ പറഞ്ഞാലും മതി. ഓക്കെ, കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, നോ പ്രോബ്ലം. യെസ്, വിദ്യ പറഞ്ഞോളൂ. Okay, sir. Audible ആണോ? കേൾക്കുന്നുണ്ടോ? ഹലോ. Okay. I prefer love marriage Yes, very good. because it allows us to understand each other before Yes. getting married. Yes. Then we get time to build trust, Yes. friendship, and Yeah. emotional bonding. Yes, emotional bonding. നല്ല വാക്കുകളൊക്കെ എടുക്കാൻ വേണ്ടി. Okay. Yes. Then love marriage gives us the freedom to choose our life partner. Yes. In my case, my marriage was a love cum arranged one. Yes. Where both families supported our decision. Yes. And this gave us the happiness of love and the blessings of our families together. So I prefer Yes. love marriage. Yes. That is all. Okay, Vidya. Very good, very good, very good. You stated your point of view. Yes. Thank you. Yeah, I prefer arranged marriage because we'll have lots of family support. If there is any problem in our marriage life, we can ask, their opinion and everything. We'll have their support in lifelong. And this is not infections like what you will say, first sight love. This is not like first sight love. Yes. Okay, This is life. This is life. So we have to live long. So love alone won't stay here. So we have to look all the things. Yes. Thank you. Okay, okay, okay. അപ്പോൾ ഷീ ഈസ് വെരി പ്രാക്ടിക്കൽ. വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞത്. രണ്ട് രീതിയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് എലിസബത്തിൻ ആൻഡ് പ്ലൈറ്റോണിയൻ. ഞാനിപ്പോ അത് കറക്റ്റ് ഞാനത് നോക്കിയിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞു ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ല വിവാഹത്തിന് വേണ്ടത് എന്ന് ഇപ്പൊ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതാണ്. യെസ്, ചില ആളുകളെ കാണുമ്പോഴേ നമുക്ക് ഒരു ഇഷ്ടം തോന്നും. അത് പ്രത്യേകതയാണ്. ഇനി അത് തിരിച്ചു വരും. ചില ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നും. അവര് നമ്മളോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അവർ താല്പര്യമില്ലായ്മയാണ്. യെസ്, അപ്പൊ അത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. ഓക്കെ, 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 ഓക്കെ. Marriage is not for 1 year or 2 years, but it is lifelong. Okay. Now I invite Parvati. You ready to know the message? Yes. Good afternoon, sir. Yes, Parvati. So my marriage is arranged marriage, but I prefer love marriage. Yes. Because there is a chance to understand the guy's character very well, like his or her emotions, hobbies, etc. Love marriage is more beautiful with the prayers and blessings of the parents. Both Yes. marriages, I would like to say that both marriages luck and fate, sir. Yes. So, thank you, sir. Okay, 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 okay. Luck and fate. Luck and fate that will decide the future. Yes. Okay, 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 okay. Ashika. Ashika. Sir, good afternoon. Yes, good afternoon. Yeah, I prefer arranged marriage Yes. because arranged marriage took a long time, family understandings, and there is no conflict between two parents. Like if I love marriage, there will be Yes. just caste, then religion, just some issues. So Yes. I prefer more in arranged marriage and love after Yes. marriage. Yes. That is all. Thank you, sir. Okay, 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 okay. Ashika, yes, yes. So arranged marriage in ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇപ്പൊ 2-2 നിൽക്കുകയാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സുധീഷ. സുധീഷ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. Sir, I would like to talk about love marriage യെസ്, because I think in love marriage, two couples have lot in common. At the Yes. same time, they have so many differences as well. യെസ്, And two families will get to know all the flaws and good things in the couple. യെസ്, So, in my case, I preferred love marriage in my life. യെസ്, Even though we had love marriage, we had so many ups and downs. Everyone Yes. has ups and downs. യെസ്, ഓക്കെ. So my parents supported me in my downs and ups all the time. I think യെസ്, love marriage or arranged marriage, parents will support no matter what. യെസ്, ഓക്കെ ഓക്കെ. So I prefer love marriage is good. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സുധീഷ, ഐ അപ്രീഷിയേറ്റ് യുവർ ഒബ്സർവേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. രാജി. രാജി. യെസ്, രാജി പറഞ്ഞിരുന്നാണല്ലോ. രാജി. ഓക്കെ, രാജി വരുമെന്ന് വിചാരിക്കാം. അല്പസമയം കഴിയുമ്പോൾ കാവ്യ പറഞ്ഞോളൂ. കാവ്യ. കാവ്യ. യെസ്. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ കാവ്യ. Sir, successful marriages are built on mutual respect, strong communication, shared values, whether it is love or arranged. Yes, And the yes. best choice depends on individual preferences. Yes. I prefer arranged marriage than love marriage യെസ്, because it offers benefits including financial stability, യെസ്, strong support system, യെസ്, and individual maturity. യെസ്. ഓക്കെ കാവ്യ. That's all, sir. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. Thank you, സ്ട്രോങ് ആയ കാവ്യ പറയണത്. യെസ്. ഇനി മുഹ്സിയ. മുഹ്സിയ. യെസ്, മുഹ്സിയ. മുഹ്സിയ തന്നെയല്ലേ പേര്? യെസ്, യെസ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. യെസ്. Sir, I can correct answer this. There is a Sound is- difference all the way. My marriage is also arranged marriage. Now 2 Yes. years. I am a lot of happy on my married life. My Yes. partner, my all support. Yes. This is not in the case of the arranged marriage or love marriage. This thing Yes. is in likeness between partners. യെസ്. ഓക്കെ ഓക്കെ. നേരത്തെ കാവ്യ പറഞ്ഞത് കാര്യം whether it is arranged marriage is love marriage, it depends upon the mutual respect of the couples. Yes, and Okay, okay. Kavya, yes. Muhsina, okay, okay. Pretty. Pretty. നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഞാൻ 2 വാക്കൊന്ന് പറയട്ടെ. യെസ്, യെസ്, പറഞ്ഞോളൂ. Pretty. Pretty ഒരു വിചാരിക്കാം. യെസ്, ഷി മേ ബി ഗെറ്റിംഗ് റെഡി. അത് അശ്വതി വിവേക് പറയും. അശ്വതി വിവേക്. Sir, I preferred arranged marriage. Advantage പറയാം. Strong family support, cultural compatibility and a focus, a long-term commitment. Yes. Disadvantages, limited personal choice, Okay. Potential incompatibility, pressure to conform to family expectations. Okay, okay, okay. Okay, sir. Okay, okay, very good, very good. Potential capacity, okay, Ashwini.
പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന്റെ ഇഷ്യൂ ആണ്. അതിനെ പറ്റി പറഞ്ഞാല് ഓക്കെ പറ്റി വി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ 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 ഓക്കെ. ഇനി നീതു മോൾ. നീതു മോൾ. പറഞ്ഞോളൂ പറ്റി. ആർ യു റെഡി? Yes, sir. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. Sir, I also prefer arranged marriage Yes. because arranged marriage offers strong family support and a Yes. potential stable foundation. Then also, Yes. in every marriage, an arranged marriage or love marriage, every marriage have advantages and disadvantages. Yes. Then arranged marriage, they involve limited personal choice, Yes. but slowly they understand each other. Yes. And understand each other and the development of emotional intimacy. Yes. And that's all about our arranged marriage. Yes. Thank you, sir. Okay, Bridget. The emotional intimacy between the couples. Okay, okay, okay. Among the couples. Okay, very good, very good. Okay. Then Neetu more. Good afternoon, sir. Neetu more. Hello. Yes, I pardon. prefer arranged marriage. Yes. Because a strong support in family, a lifelong, Yes. and I choose arranged marriage. The family also happy. His family is also very happy. Lifelong support. Yes. Yes, that is all. Very good, very good. Neetu more. Yes. Okay, okay. I appreciate you for involving this debate. Okay. Archana Achu. Archana Achu. Yes, sir. Yes. I am prepared arranged marriage relationship problems depended with the parents' confidence, blessing of family, supported Yes. with the families. Yes. That is all. Archana, because of these reasons, Archana Achu is in the support of arranged marriage. Okay. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? Your views, your opinions about love marriage and arranged marriage. നിങ്ങളിപ്പോ പറയുമ്പോൾ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ 52 പേരുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കേൾക്കാനായിട്ട് ആരുണ്ടാവില്ല. അപ്പൊ കേൾക്കാൻ ആളുകൾ ഉള്ളപ്പോഴാണ് പറയുന്ന ആൾക്കും ഒരു ഇൻട്രസ്റ്റ്. നിങ്ങൾ പാടാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ആ പാട്ട് കേൾക്കാൻ കുറച്ച് പേരെങ്കിലും വേണ്ടേ? യെസ്, എന്ന് പറഞ്ഞ പോലെ വി ആർ ആൾസോ റെഡി ടു ഹിയർ യു. ഇനി ഈ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും Sir, I am ready. ഓക്കെ യെസ് പറഞ്ഞോളൂ. Sir, I prefer arranged marriage. My marriage Yes. also arranged Yes. because parents' support and blessing is lifelong, Yes. and parents choosing better option for her daughters. Yes. And my arranged marriage is also good for me because my husband is very loving and care and supported. Okay, okay, okay. കഴിഞ്ഞോ? Okay, sir. Yes, yes, yes. Yes, okay, Farooq. Okay, okay, okay. There is a great support from the family, financially. It's a lifetime support. Okay, Anju Aravind. Anju Aravind പറഞ്ഞു. Anju Aravind. Yes, sir. What is your opinion about love marriage and arranged marriage? I prefer love marriage Yes, because I have love marriage. yes. Because my marriage was love marriage. Okay. Yes. What are the specialties that you see in the love marriage I am compared speaking to? from my own experience, sir. Our Yes, very 7 good. years of love. There Yes. was a little difficulty in the beginning, but now Yes. we are happy. Yes. We had made some decisions before our wedding. Yes. No matter what problems come up, and a third person was there in interfere in any of our problems, and we Yes. should talk openly about whatever happens. We Yes. should
we should overcome it together. We are Yes. still following that and moving forward. Yes. It has been 3 years. Yes. Okay. ഈ ക്ലാസ് കൊണ്ട് പുള്ളിനെ കേൾപ്പിച്ചു കൊടുക്കും കേട്ടോ. Yes. How did I say about you about your family life? Okay. Anju Aravind, very good. അപ്പൊ Anju Aravind was talking about her own experience. Farida പറഞ്ഞോളൂ. Farida. Good afternoon, sir. Yes, good afternoon. Yes. Both types have their own advantages and disadvantages. Yes. I didn't support love marriage. Oh, I yes. prefer always arranged marriage. Yes. Because love marriage is always coming from just an infatuation. Yes. Okay. Marriage is not for few days. Yes. It is we not need lifelong. Yes. അപ്പൊ ആ പറ്റി ഉൾപ്പെടുത്തി കൊടുക്കത്തേനെ. Yes. That's why. That is why. I always prefer arranged marriage. Okay. എനിക്ക് തോന്നുന്നു ഫരീദ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ആരും പറയാത്ത അറേഞ്ച്ഡ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളുകൾ പറയാൻ വിട്ടുപോയി എന്ന് ഫരീദക്ക് തോന്നിയ പോയിന്റാണ് ഫരീദ പറഞ്ഞത്. ഓക്കെ ഫരീദ. ഓക്കെ, വെരി ഗുഡ്. ഇനി നെച്ചു പറഞ്ഞോളൂ നെച്ചു. I think both are good choice, but better Yes, than good. arranged marriage. Better is arranged marriage. Yes. Because we face any difficulty in the case of our love marriage, we can share anyone. We can't share anyone, but in arranged marriage, we can face any problem in our life. We can discuss with our family, and their Yes. support will be made. In case in both of arranged marriage or love marriage, in such a need of face love, then mutual understanding. Yes. Then mutual trust. Yes. There is in between there is no, then both arranged or love marriage will be broken. Yes. So I prefer better than the arranged marriage because we need family also in partner never with me എങ്കിലും family or also with me. Yes. Okay, Nechu. Very good. Nechu is also supporting arranged marriage. In Aishwarya RS. Yes, sir. Yes, continue, Aishwarya. My marriage is arranged, but I Yes. prefer love marriage. Yes. Okay. നേരത്തെ ഇവിടെ വേറൊരാൾ പറഞ്ഞപ്പോൾ നമ്മുടെ അൻഷുരി പറഞ്ഞപ്പോൾ my marriage was love marriage. I am talking on that basis. And you are telling that your marriage is arranged marriage and you are talking on that basis. Okay, Aishwarya, continue. Both people can understand each other. Yes. Partner support is more important than family support. Yes, very good. Yes. That's all. Okay. വേറൊരു കുട്ടി പറഞ്ഞപ്പോ there will have the involvement from two families എന്ന് പറഞ്ഞു arranged marriage. അപ്പൊ അടുത്തൊരു കുട്ടി പറഞ്ഞു അത് തന്നെയാണ് പ്രശ്നം, ഇൻവോൾവ്മെന്റ് വരുന്നതാണ് പ്രശ്നം. ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ there is no problem. Yes. അപ്പോ how do we consider the involvement? Okay, Aishwarya, very good. അപ്പോ നമ്മൾ പറഞ്ഞവര് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടാവും? ലിബി ജൂഡ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതല്ലേ? വിൻസി ജെയ്സൺ, ആൻഡ്രിയ, സ്റ്റാൻലി. യെസ്, ഓരോ പ്രാവശ്യം പിന്നോട്ട് എല്ലാ പ്രാവശ്യങ്ങളും പറയുക. പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പറയാനായിട്ടുള്ള ആ ഒരു ലൈവായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ. പറയുന്നത് ഒരു പോയിന്റ് പറഞ്ഞാൽ മതി, പക്ഷെ അത് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കും. ചില കാര്യങ്ങളിൽ എന്ത് വേണം? ധൈര്യം വേണം. ധൈര്യം
പ്രസൻസ് ഓഫ് മൈൻഡും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. യെസ്, ഓരോരുത്തരെ ആലോചിച്ചോട്ടോ എന്താണ് പറയേണ്ടതിനെ കുറിച്ച്, അല്ലെങ്കിൽ ലവ് മാരേജിനെ കുറിച്ച് ആലോചിച്ചു. ഓക്കെ, ആരെ വിളിക്കേണ്ടത്? ഒരാൾ വിളിക്കും. നീതു പ്രിൻസ്. നീതു പ്രിൻസ്. യെസ്, നീതു പ്രിൻസ് കൊന്നില്ല. യെസ്, ആര്യ ആർ കുമാർ. Good afternoon, sir. Yes, good afternoon. Arya, how are you? Fine, sir. Very good, very. Arya, where are you coming from? I'm from Pathanamthitta. Pathanamthitta. Yes, very good, very good, very good. Okay, okay. Yes, Arya, ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. Arya, suppose that you are a great officer, having a very big salary of government of India, and you are passing by the side of a river, and you are alone. You don't know how to swim. Suddenly, you see a baby singing in the water. My question is this: what do you will do? ഞാൻ അവിടെയുള്ള ആരെങ്കിലും വിളിക്കും. Yes, nobody is nearby. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയെന്ന് വിചാരിക്കുക. അത് നോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. നിസ്സാരക്കാരിയല്ല താങ്കൾ, ഉയർന്നൊരു ഉദ്യോഗസ്ഥയാണ്. അപ്പോ അങ്ങനെയുള്ള നിങ്ങൾ ഒരു നദിയുടെ സമീപത്ത് കൂടെ നടന്നു പോകുന്നു. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല, നിങ്ങളുടെ കൂടെ ആരുമില്ല, തൊട്ടരികത്ത് ആരുമില്ല. നിങ്ങൾ കാണുന്നു ഒരു ചെറിയ കുട്ടി വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യം അവിടെ ചോദിക്കണമെന്ന്. നമ്മൾ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ബോഡി ലാംഗ്വേജ് പോലും അവർ ശ്രദ്ധിക്കും. അതിൽ നിന്നൊക്കെ അവർ നമുക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കും. യെസ്, വളരെ ചിരിച്ച് സന്തോഷത്തോടെ ചോദിക്കുള്ളൂ. യെസ്, നമ്മളിങ്ങനെ ഉത്തരം പറയാൻ പോകുമ്പോൾ അവർ പറയും ഇടയ്ക്ക്, don't forget that you are a great officer. Okay, continue. So I also repeat the same question. Arya, you are a great officer, don't forget that. ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് നമുക്ക് ധൈര്യം വേണമെന്ന് പറഞ്ഞില്ലേ, ആ ധൈര്യത്തിന്റെ എക്സാമ്പിൾ അവിടെ എടുത്തിട്ടത്. യെസ്, പറയൂ ആര്യ, വാട്ട് യു വിൽ? ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. യെസ്, ആര്യ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റുകൾക്കും മണിക്കൂറിന്റെ മൂല്യമാണ്. A baby singing in the water. I will try to help the baby. How you will try? I don't know, sir. I don't know. Okay. Yes, ഇത് നമ്മൾ ഉത്തരം പറയുന്നത് ഇപ്പൊ എന്നോടായതുകൊണ്ട് ആരെയൊക്കെ സമീപപ്പെടുത്ത ആലോചന പറയാം. You are sitting before an interview board. Yes. Okay, പാർവതിയുടെ മനസ്സിലുണ്ടാവും ഒരു ആൻസർ. What you will do? സാർ, ഇതൊരു സീരിയസ് ക്വസ്റ്റ്യൻ ആണോ അതോ അല്ലാതെ ചോദിക്കുന്നതാണോ? ആണല്ലേ. ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥയാകുമ്പോ എന്തായാലും എന്റെ കൂടെ ഗാർഡ്സ് കാണുമല്ലോ. അപ്പൊ യാദൃശ്യമാണ് വിചാരിച്ചു, വളരെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, പക്ഷെ ആ സമയത്ത് പാർവതി ഒറ്റക്കായിരുന്നു വിചാരിക്കും. സപ്പോസ് അങ്ങനെയാണെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താനേ നോക്കത്തുള്ളൂ എന്തായാലും. What you will do? How you will save the child? Okay, Kavya, I will repeat. Okay. അതായത് കാവ്യ ഒരു ഗ്രേറ്റ് ഓഫീസർ and you are passing by the side of a river. Suddenly you see a baby singing in the water. You don't know how to sing. അടുത്തുനിന്ന് ആരുമില്ല, നിങ്ങളുടെ കൂടെയും ആരുമില്ല. ആ കുട്ടിയെ നിങ്ങൾ മുങ്ങിത്താഴ്ന്ന് കാണുന്നു, എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. യെസ്, പണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവജനോത്സവത്തിൽ ഒരു കുട്ടി അവതരിപ്പിച്ച മോണാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ നേരത്തെ പാർവതി പറയുന്നു, മോണാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ, ഭാര്യമാർ അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് ആദ്യം കേൾക്കുമ്പോഴുള്ള റിയാക്ഷനാണ്. ചിലപ്പോ ഭർത്താവ് ജില്ലാ കളക്ടർ ആയിരിക്കും, ഭാര്യ SP ആയിരിക്കും, സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരിക്കും. അതായത് ഭർത്താവും ഭാര്യയും ജില്ലാ കളക്ടറാണ്.
യെസ്. അപ്പൊ ജില്ലാ കളക്ടറായ ഭർത്താവ് മരിച്ചു എന്ന് ഭാര്യയായ ജില്ലാ കളക്ടർ ആദ്യം പറയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ ആദ്യം പറയുമ്പോൾ, അപ്പോ അത് ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി താഴെയുള്ള ഏറ്റവും താഴെ കോളനികളിലെ ചേരികളിലൊക്കെ താമസിക്കുന്ന അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന് ആദ്യം പറയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും. അങ്ങനെ ഓരോ തലങ്ങളിലുള്ളത് ഇങ്ങനെ കറക്റ്റായിട്ട് താഴെ. അങ്ങനെ ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ പാർവതി പറഞ്ഞല്ലോ, യു ഹാവ് ടു കീപ് യുവർ സ്റ്റാൻഡേർഡ് ആൻഡ് ബിക്കോസ് യു ആർ എ ഗ്രേറ്റ് ഓഫീസ്. യെസ്. ഇനി ഞാൻ ഈ ചോദ്യം ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ ചോദിച്ചപ്പോ രണ്ടുപേരോട് ചോദിച്ചെങ്കിലും ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. യെസ്. ഓക്കെ, വെരി ഗുഡ്. ആലോചിച്ചു. ലച്ചു എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ ലച്ചു. അതെ സാർ, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്, സ്കാർഫ് ധരിക്കുന്ന കൂട്ടത്തിലാണ്. എന്നിട്ട് ഞാൻ എൻ്റെ സ്കാർഫ് ഊരിയിട്ട് അത് എവിടെയെങ്കിലും കെട്ടി വെക്കാൻ പറ്റുമോ നോക്കും. എന്നിട്ട് അത് പിടിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ കുട്ടിയെ പിടിച്ചു കേട്ടാൻ ശ്രമിക്കും. ലച്ചുവിന്റെ മൈക്ക് നേരത്തെ ഒന്ന് മാറ്റി നോക്കുക, അതിന്റെ മോഡ്, കാരണം ഭയങ്കര എക്കോ വരുന്നുണ്ട്. ഓക്കെ. അതെ, എലിജിബിൾ ആവുന്നില്ല ലച്ചു. യെസ്. ഓക്കെ. യെസ്. ഇനി വേറെ എന്തെങ്കിലും? യെസ്, ആരുമില്ല. വെരി ഗുഡ്. യെസ്. ഞാൻ നിങ്ങളോട് ഈ ആർക്കെങ്കിലും നമ്മുടെ ലവ് മാരേജിനെ കുറിച്ചോ, അത് നമുക്ക് ഇതിനകത്ത് വരട്ടെ, ലവ് മാരേജിനെ കുറിച്ച് മനസ്സിലാക്കിയായിരുന്നു? യെസ്. ഓക്കെ. അപ്പൊ ഹിബ പറയുന്നത് വൈ ദർ ഇസ് എ ഇൻവോൾവ്മെന്റ് ഓഫ് എ ഗ്രേറ്റ് ഓഫീസർ. യെസ്. അതാണ് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. യെസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് ആർക്കാ പറയാനുള്ള? എനിബഡി? യെസ്. ഓക്കെ, ആരും വരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ വന്ന ആ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം, വേറെ ഒന്നുമില്ല, എല്ലാ ദിവസവും ഒരു പുതിയ വേർഡ് വെച്ച് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാനിപ്പോ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറയുക. ആ ചോദ്യങ്ങൾക്ക് നിങ്ങളൊരു ആൻസർ എന്നോട് പറയുന്നു. ആർക്കും പറയാട്ടോ, ടൈപ്പ് ചെയ്താണോ? പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആദ്യം പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ആൻസർ പറയുന്ന 3 പേരെ ഞാൻ പരിഗണിച്ചേക്കാം. ഫസ്റ്റ് ആൻസർ പറയുന്ന 3 പേര്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയുന്നു. സിമ്പിളായ ചോദ്യമാണ്. ആ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ബി എന്നായിരിക്കണം. ഫസ്റ്റ് ലെറ്റർ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ബി, ഓൺലി ബി. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യം വരുന്ന 3 പേരെ നമുക്ക് പരിഗണിക്കാം. യെസ്. ഓക്കെ. B. Okay. Actually, okay, B. First letter is B. The question number 1, very simple. The structure, structure, the structure built across the river. Parvati, Hiba, and Sherin. Parvati, Hiba, and Sherin. Correct answer that is called bridge. Okay, correct answer. Okay, very good. Correct answer. Next question. Okay, Anju, okay, no problem. Next question I ask you. A kind of clothing that keeps you
warm. That keeps you warm. WR. Sudisha, Nechu, Anjali. Sudisha, Nechu, and Anjali. Mark രേഖപ്പെടുത്താൻ നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാന്നാണ് തോന്നുന്നത്. Yes, okay. The answer is blanket. Correct answer. Next question. Another word for start. 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 Hiba, Ashila, Ayana. Hiba, Ashida, and Ayana. Correct answer. The answer is begin. Yes. Next question. The process of making cake. CAKE. The process of making cake. Hiba, Sudisha, idea. Hiba, Sudisha, then idea. Yes. എല്ലാവരുടെ ആൻസർ വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. Yes. Okay. Very good. Yes. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ആൻസർ പറയേണ്ട, അല്ലാത്ത പറയണം. യെസ്. ചോദ്യം ഇതാണ്. ദ മീൽ ഓഫ് ദ ഡേ. The meal of the day. Oh, okay. ഇത് കറക്റ്റ്. രണ്ടുപേരും എഴുതിയിരുന്നു. BRUNCH, French. കറക്റ്റ് ആണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ആരാണെന്ന് കിട്ടിയില്ല. അഞ്ജലി ഉണ്ട്, മേഘന ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു ഫസ്റ്റ്. ആരാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സെക്കൻഡ് ഷെറിൻ അല്ലേ? ഓക്കെ. വെരി ഗുഡ്. ശരിയാട്ടോ. എന്റെ ആൻസർ ഇതാണ്. BRUNCH, French. ഓക്കെ വർഷ. യെസ്. ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ. ഡോണ്ട് വറി. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെയാണ് നമ്മൾ ബ്രഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ഊണും കൂടി കണക്കാക്കി ഒരു 11 മണിയാവുമ്പോൾ 11 ആവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക. അതിനെയാണ് മീൽ ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. BRUNCH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ചോദ്യം ഇതാണ്. ഒരു എക്സ്പ്ലനേഷൻ ആണ്. Wear it, WEAR, wear it across your waist, WAIST. Wear it. Okay, Hiba, Sherin, Ashuri. Hiba, Sherin, and Ashuri. ഞാൻ രേഖപ്പെടുത്താൻ വിട്ടുപോയത് എന്തെങ്കിലും പറഞ്ഞോട്ടെ. യെസ്. The answer is belt. Correct answer. Belt. Yes. Okay. അടുത്ത ചോദ്യം ഇതാണ്. A chess piece. പീസിന്റെ സ്പെല്ലിംഗ് PIECE, പീസ്. A chess. Chess means ചെസ്സുകളില്ലേ, അതിന്റെ ചെസ്. A chess piece that moves diagonally. A chess piece that moves diagonally. This is yes, a chess piece that moves diagonally. ആ ചെസ് പീസിനെ പറയുന്ന ഒരു പേരുണ്ട്. സുധീഷ, കറക്റ്റ് ആൻസർ. That is called bishop. Okay, Sudisha. Yes. അപ്പോ സുധീഷയാണ് അത് പറഞ്ഞത്. The answer is bishop. Yes. അടുത്തത് ചോദ്യം ഇതാണ്.
ഞാൻ പറയുന്ന ഒരു മീനിങ് ആണ്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ഫേഷ്യൽ ഹെയർ, HAIR, ഫേഷ്യൽ ഹെയർ. ഓക്കെ. രവിൻ രാജ് കൂടാണ്ട് പിന്നെ ആരാ പറഞ്ഞത് ആദ്യം വന്നത്? യെസ്, രവിൻ രാജ് കൂടാതെ രവിൻ രാജിനാണ് ഞാൻ ആദ്യം കണ്ടത്. അതിന് മുമ്പ് 2 പേരുണ്ടായിരുന്നു. യെസ്, ഓക്കെ. ദാറ്റ് ആൻസർ ഈസ് BEARD, താടി. നിങ്ങൾ ആരും പറഞ്ഞില്ല എങ്കിൽ ഞാൻ പറയാമെന്ന് വെച്ചിരിക്കുകയാണ് ആൻസർ. യെസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ B. Now I change. Your answer should start with the letter R. Red R. Yes. Okay. Shall I ask? First question. That is very easy one. Water droplets falling from cloud. And mark on the letter. Symbol. Yes, that is called rain. Very good. Water droplets falling from clouds. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതങ്ങനെ പോകട്ടെ. Then next question. The arch of colors in the sky. Yes. Okay. Rainbow. ഞാൻ ഇതിൻ്റെ അകത്ത് മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാലും ഓക്കെ. രേഖ കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ. ദാറ്റ് ഈസ് കോൾഡ് റെയിൻബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്കുലർ ഗോൾഡ് ബ്രാൻഡ്. worn on a finger. ഓക്കെ. റൗണ്ട് അല്ല, റിംഗ് ആണ്. ഓക്കെ. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല, അതിന് മുമ്പേ തന്നെ ആൻസർ വന്നു. യെസ്. ഓക്കെ. എ സർക്കുലർ ഗോൾഡ് ബ്രാൻഡ് worn on a finger. Okay. Next question. A thick carpet, THICK, thick carpet that covers a small area. A thick carpet that covers Sudisha. Correct answer. Yes. RUG. Yes. RUG. Okay. Yes. നമ്മൾ ആറിലാണ് ആരംഭിക്കുന്നത്. The പരവതാനി ഇതൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതി. A thick carpet that covers a small area. Yes. അടുത്ത ചോദ്യം ലെങ്ത് ആണ്, ആൻസർ സ്മോൾ ആണ്. ചോദ്യം ഇതാണ്. A thick strong cord, CORD, cord. I will repeat. A thick strong cord made by twisting strands, STRANDS, twisting strands together. A thick cord made by twisting strands together. ആറിൽ തുടങ്ങുന്നൊരു വേർഡുണ്ട്. ചോദ്യം മനസ്സിലായില്ലേ? റിംഗ് അല്ല. ഓക്കെ ആര്യ, യു ആർ റൈറ്റ്. കറക്റ്റ് ആൻസർ. Actually, correct answer. The answer is rope. Rope on rope. Okay. A thick, strong cord made by twisting strands together. Yes. Next question. Elevated track rides, RIDS. Elevated track rides in amusement park. റൈഡ് അല്ല, വേറൊരു പേരുണ്ടായി. അതിന് വേറൊരു പേരുണ്ട്. റെയിലല്ല. ഓക്കെ. സുധീഷ, ആര്യ, ആർ കുമാർ, കറക്റ്റ് ആൻസർ. റോളർ കോസ്റ്റർ. യെസ്. അതാണ് കറക്റ്റ് പേര്. എലിവേറ്റഡ്
track rides in amusement park, roller coaster, COAST. Okay, Ashwini, very good, very good, very good. Yes. அடுத்தது. A mission resembling a human, doing all complex tasks. Oh, correct answer. ചോദ്യം ഞാൻ ഫിനിഷ് ആക്കിയില്ല, അതിന് മുന്നേ തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. The answer is rope. Yes. Yes. Okay. ഞാൻ നിങ്ങള് മറ്റേ ഒരേ വാക്കുകൾ ഒരേ ദിവസം പഠിക്കണമെന്ന് പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ രണ്ടാമത് ആർ എന്ന് പറയുന്ന അക്ഷരം വെച്ച് ചോദിച്ചതൊന്നും മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുടെയും ആൻസർ ഒരേ സമയം വന്നുകൊണ്ട് അതിൽ നിന്ന് ഫസ്റ്റ് വന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ്. യെസ്, അശ്വതി അത് നേരത്തെ പറയണ്ടേ? യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം അശ്വതിനെ തന്നെ ഏൽപ്പിക്കുന്നു. വരുമ്പോ തന്നെ ഓർമ്മിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ രവീൻ രാജിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അശ്വതിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അയനക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആശ്രിതക്കും കിട്ടിയിട്ടുണ്ട് 1 പോയിന്റ്, പാർവതിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു 1 പോയിന്റ്, ലച്ചുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു 1 പോയിന്റ്, വർഷക്കും അയനക്കും ആര്യക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അഞ്ജലിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സുധീഷക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഷെറിന് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹിബയ്ക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോയിന്റ് നോക്കണ്ട, ഇത് ജസ്റ്റ് ഫോർ ഫൺ. നമുക്കിപ്പോ ടൈപ്പ് ചെയ്യാനായിട്ട് സ്പീഡിലായെങ്കിൽ ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്തെത്തില്ല. യെസ്, അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയും. യെസ്, അപ്പൊ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക, നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി വർദ്ധിപ്പിക്കുക. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. യെസ്, അതിൽ നിങ്ങൾ ആൻസർ പറയുക. കൂടെ നമുക്ക് ചില ടെൻസുകളെ കുറിച്ച് കൂടി പഠിക്കാം. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. Okay, thank you.